BSc എമർജൻസി മെഡിസിൻ ടെക്നോളജി, അതായത് BSc EMT. ബേസിക് ലൈഫ് സപ്പോർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലൈഡ് ഹെൽത്ത് കോഴ്സാണ് EMT. ബേസിക്കലി എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന കേസ് ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത് EMTക്കാരാണ്. 3 ഇയർ കോഴ്സ് പ്ലസ് 1 ഇയർ കമ്പൽസറി ഇൻറ്റേൺഷിപ്പാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ 50% മാർക്കും വേണം. ഇന്ത്യയിൽ ഒരുപാട് സ്കോപ്പുള്ള ഒരു കോഴ്സാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ എമർജൻസി ആയിട്ട് ഒരുപാട് കേസ് വരും. ആക്സിഡൻറ്റ് കേസ് ആയിക്കോട്ടെ, MI, ലേബർ കേസ്, അതേപോലെ തന്നെ സ്ട്രോക്ക് കേസൊക്കെ വരുമ്പോൾ ഇവരെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് എമർജൻസി ടെക്നീഷ്യൻസ് ആണ്. MBBS, MD എമർജൻസി മെഡിസിൻ എടുത്ത ഡോക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ആക്സിഡൻറ്റ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ലൈക്ക് ഫയർ, നാച്ചുറൽ കലാമിറ്റീസിലൊക്കെ ആംബുലൻസിൽ നമ്മൾ ആ പ്ലേസിലോട്ട് പോകുന്നത് ഡോക്ടർ, നേഴ്സ് ആൻഡ് ഒരു എമർജൻസി ടെക്നീഷ്യനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കെയർ, ട്രോമ കെയർ മാത്രമല്ല, ഡിസാസ്റ്റർ റെസ്പോൺസ് ഓഫീസറായിട്ട് NGO റിലീഫ് ഏജൻസിൻ്റെ കൂടെയും വർക്ക് ചെയ്യാം. UK-യിൽ ഏറ്റവും കരിയർ സ്കോപ്പുള്ള ഒരു ജോബാണ്. ഹയർ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ അബ്രോഡിൽ 1 to 2 years PG ഡിപ്ലോമ ഓർ മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ്ഡ് കെയർ ഓർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കരിയർ സെറ്റിൽ ആവുന്ന ഫ്യൂച്ചറും ഉണ്ടാവും. ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല പേഷ്യൻസ് ഫ്ലോ ഉള്ള ഹോസ്പിറ്റൽ, കോളേജ് സെലക്ട് ചെയ്യുക. വളരെ കുറച്ച് കോളേജസിൽ മാത്രമേ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനോ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും.